കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം. യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും ഞാൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം നമുക്കറിയാം. ശമരിയാക്കാരി സ്ത്രീയും യേശുവും കൂടെയുള്ള സംഭാഷണ മധ്യേ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. ദീർഘമായ സംഭാഷണങ്ങൾ തിരിച്ചും മറിച്ചും, അതായത് യേശുവിൻ്റെ ഭാഗത്തു നിന്നും അപ്പോൾ തന്നെ ശമരിയാക്കാരി സ്ത്രീയുടെ ഭാഗത്തു നിന്നും വെളിപ്പെട്ട് വരികയാണ്. അങ്ങനെ നമുക്ക് ആ ഭാഗങ്ങൾ അറിയാം. വെള്ളം ചോദിച്ച ശമരിയാക്കാരി സ്ത്രീ യേശുവിനോട് പറയുന്നൊരു കാര്യമാണ്, നീ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത് എങ്ങനെ? യഹൂദന്മാർക്ക് ശമരിയർക്ക് തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു മറുപടി പറയുകയാണ്. എന്തുവാ? നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നീ ദൈവത്തിൻ്റെ ദാനമാണ്. രണ്ട്, നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിവില്ല. പലപ്പോഴും ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു തെറ്റ് എന്ന് പറയുന്നത്, ഒന്ന്, നമ്മെക്കുറിച്ച് നമുക്കറിവില്ല. രണ്ട്, ദൈവത്തെക്കുറിച്ച് നമുക്കറിവില്ല. ഇവിടെ യേശു പറയുന്നു, നീ പറയുന്ന നിന്നോട് എനിക്ക് പറയാൻ കഴിയുന്നൊരു വാക്കുണ്ട്, നീ ദൈവത്തിൻ്റെ ദാനമാണ്. ഞാനും നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. യാക്കോബിൻ്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ദാനമാണ് നമ്മളെല്ലാവരും. എല്ലാ നല്ല ദാനവും തികഞ്ഞവരുമൊക്കെയും യഹോവയിൽ നിന്ന്, സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ലഭ്യമാകുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ ദാനമാണ് നമ്മളെല്ലാം. നാം ഇന്ന് അനുഭവിക്കുന്നതല്ല. നമ്മുടെ ആരോഗ്യമാകട്ടെ, നമ്മുടെ സമ്പത്താകട്ടെ, നമ്മുടെ ഭൗതിക നന്മകളോ, ഭാര്യയോ, കുടുംബമോ, മക്കളോ, വാഹനങ്ങളോ ഒക്കെ എന്തോ ആകട്ടെ, ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയ ദാനമാണ്. ഇത് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞ് തന്നെ ആകണം. രണ്ട്, അടുത്ത് പറയുന്നൊരു വാചകമാണ്, നിന്നോട് വെള്ളം ചോദിക്കുന്ന ആളാരെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല. അവിടെയാണ് തിരിച്ചറിവിൻ്റെ ആഴം മനസ്സിലാക്കേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങളുടെ അടുക്കൽ എത്തുമ്പോൾ, നിങ്ങളുടെ ചെവികളിൽ ഇത് മുഴങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഒന്ന്, നിങ്ങളാരെന്ന് മനസ്സിലാക്കുക. നമ്മളാരെന്നുള്ള ചോദ്യത്തിന്, നിങ്ങളാരെന്നുള്ള ചോദ്യത്തിന് ഒറ്റ മറുപടിയുള്ളൂ, നാമും നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അടുത്ത് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരെന്ന് നീ അറിയണം. ആരാണ്? സർവശക്തനായ ദൈവമല്ലേ. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നൊരു നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ, നിങ്ങളുടെ വിഷയങ്ങളിൽ മറുപടി തരാൻ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കാൻ കഴിയുന്നൊരു നാമത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. ഭാരപ്പെട്ടു പോകേണ്ട, വ്യാകുലപ്പെട്ടു പോകേണ്ട, ക്ഷീണിച്ചു പോകേണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നിന്നെ സഹായിപ്പാൻ കഴിയുന്നൊരു കർത്താവുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ, ആരാധിപ്പാൻ ഇടവന്നാൽ, ദൈവത്തെ സ്തുതിപ്പാൻ നീ ഒരുക്കപ്പെട്ടാൽ, നിന്റെ ജീവിതത്തിനകത്ത് വിശാലതയും നന്മയും വിടുതലുകളും ഉദ്ധാരണങ്ങളും നൽകിത്തരുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ജീവിതത്തെ തുടർമാനമായി കടത്തിവിടുക. ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കട്ടെ. നാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ദൈവം നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. അവൻ സർവ്വലോകത്തിൻ്റെ സൃഷ്ടിതാവാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്. ഇത് നമ്മൾ തിരിച്ചറിയുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും സൗഖ്യങ്ങളും നൽകി ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവിക വിശ്വസ്തതകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഞങ്ങളെ സഹായിച്ചാട്ട്, ബലപ്പെടുത്തിയാട്ട്, ശക്തീകരിച്ചാട്ട്, ആത്മീയ ഭൗതിക നന്മകൾ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ പരിപാലിക്കണമേ. എല്ലാം മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.